ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ച് പോയ ഒരാഴ്ച മുഴുവനും നമ്മെ ക്ഷേമത്തോടെ ദൈവത്തിൻ്റെ കൃപയിൽ ഭദ്രമായി സൂക്ഷിച്ച് ഈ ആലയത്തിൽ പ്രാർത്ഥനാലയത്തിൽ നമ്മളെ കർത്താവ് കൊണ്ടുവന്നുവല്ലോ. കഴിഞ്ഞ ദിനങ്ങളൊക്കെ നമ്മുടെ ഗമനാഗമനങ്ങളെ കർത്താവ് പരിപാലിച്ച് തിന്മയായത് ഒന്നും നമുക്ക് ഭവിക്കാതെ കർത്താവിൻ്റെ ഉള്ളിൽ നമ്മെ വഹിച്ച് പരിപാലിച്ചു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും പകരം കൊടുക്കുന്ന സങ്കീർത്തനക്കാരനെ ഉത്തരവും നാം അവിടെ വായിക്കുന്നു. ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് സമയങ്ങളിൽ ദൈവം നമുക്ക് അവസരം നൽകി തന്നല്ലോ. നമ്മെ തന്നെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ വിശുദ്ധ സഭായോഗം നമുക്ക് തുടങ്ങാമല്ലോ. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ പ്രദേശ പ്രയാണത്തിൽ ഒരു കർത്തൃ ദിവസം കൂടി കർത്താവ് ഞങ്ങൾക്ക് ദാനം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും ഞങ്ങൾ ദൈവസന്നിധിയിലും കർത്താവിൻ്റെ നന്മകളെ ഓർക്കുവാൻ, ഉപകാരങ്ങളെ ഓർക്കുവാൻ, ദൈവം എന്നും എപ്പോഴും നല്ലവനാണ്, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് സഭയായി പാടി അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഞങ്ങളെ കർത്താവ് കൊണ്ടുവന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവും കർത്താവിൻ്റെ സന്നിധിയിൽ എന്നും എപ്പോഴും വിശുദ്ധമായി കാണത്തക്കവണ്ണം ഞങ്ങളെ തന്നെ ദൈവത്തിനായി സമർപ്പിച്ച് ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കുമാറാക്കണമേ. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ വസിക്കുമാറാക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഒരുമപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധന കർത്താവിന് സുഗ്രാഹ്യമായി തീരണമേ. ഞങ്ങളെ കർത്താവ് പ്രസാദിക്കണമേ. ഇവിടെ നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളും വിവിധ നിലകളിൽ നടത്തപ്പെടുന്നതായ എല്ലാ അതേ ആരാധനാ ഭാഗങ്ങളും കർത്താവിന് ശ്രേഷ്ഠമായി തീരട്ടെ, മഹത്വമായി തീരട്ടെ. ഓരോ ശുശ്രൂഷകളും ഏറ്റെടുത്തവരും അധികം ദൈവകൃപയോടെ അഭിഷേകത്തിൻ്റെ നിറവോടെ ചെയ്തെടുക്കുവാനുള്ള ശക്തീകരണം കർത്താവ് നൽകേണ്ടതിന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്യധികമായ ആത്മശക്തിയോടെ കർത്താവ് കാത്ത് പരിപാലിച്ച ദൈവസഭയെ നയിപ്പാനുള്ള അധികമായ ആത്മീയ നന്മകൾ നൽകി കർത്താവ് കാക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. ഒരു പ്രാവശ്യം കൂടി സഭയായി ഞങ്ങളെ കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇനിയും കടന്നു വരുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കർത്താവ് വേഗത്തിൽ കൂട്ടുവരുത്തുമാറാക്കണമേ. ഇവരുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊണ്ടതിനായി സ്തോത്രം. മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ആരാധിപ്പാൻ തന്ന വലിയ അവസരത്തിനായി നന്ദി പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ കൂടെ ഹല്ലേലൂയ അവസാനമായി കേട്ടത് ബട്ട് ഗോഡ്. ഇവിടെ അതായത് ക്ലാസ്സിലും കേട്ട് ബട്ട് ഗോഡ്, റൈറ്റ്? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. വചനത്തിൽ കാണുന്നത് പോലെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ ലോക അവസാനത്തോളം എല്ലാ നാളും എന്നോട്, നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പാട്ടുകാരനോട് ചേർന്ന് വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട, വരികയില്ല അവൻ എന്നെ തിരികയില്ല, വലത് കൈ പിടിച്ച് എന്നെ നടത്തിയിരുന്നു. നമുക്ക് ദൈവത്തെ ഹല്ലേലൂയ ചേർന്ന് പാടി ആരാധിക്കാം. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ,
church. Praise the Lord. കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Hallelujah, hallelujah, hallelujah. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്ന കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, hallelujah, hallelujah. കർത്താവേ, അപ്പച്ചാ, അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോ കർത്താവ്. ഞങ്ങൾ പാടുമ്പോൾ ഏകാഗ്രത കർത്താവെ വളരെ ഫംഗ്ഷനായിട്ട് പാടുവാനുള്ള വഴി ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ കർത്താവെ. അപ്പൊ ചെയ്തൊരു കർത്താവ് പെർഫോമൻസ് അല്ല കർത്താവെ. അപ്പൊ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവെ ആത്മീയ അനുഗ്രഹത്തോടെ കർത്താവെ പക്ഷെ പാടുവാനുള്ള വഴി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് തരണമേ കർത്താവ്. ഇന്ന് പാടി വഴിയിൽ പോകുന്നത് തീർന്നു പോകുന്നൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവല്ലേ കർത്താവെ. ഹാലലൂയ കർത്താവ്. ശിംശോനെ കേട്ടുവല്ലോ കർത്താവെ. നിന്ന് മാറിപ്പോകല്ലേ കർത്താവെ. ഹാലലൂയ മറന്നു പോകല്ലേ കർത്താവെ. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ് കർത്താവ്. അന്ത്യം വരെ എന്റെ കൂടെയുള്ള ദൈവമാണ് കർത്താവ്. എന്ന് ഞങ്ങൾ പാടുമ്പോൾ കർത്താവ് സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ കർത്താവ്. ഞങ്ങളുടെ ബലവും സംഗീതവും കർത്താവ് ഞങ്ങളുടെ കഷ്ടതയിൽ കൂടിയിരിക്കുന്ന ദൈവമാണല്ലോ കർത്താവ്. ഞങ്ങൾ പാടുമ്പോൾ അതിന് മേൽ കൃപ തരണമേ കർത്താവെ. Hallelujah, hallelujah, hallelujah. We praise you, Jesus. Hallelujah. Inde sangeedavum balavum ettanum adutha thunayum eduravattilum eduvelatilum എനിക്കെന്നും ദൈവമത്രേ. ഇതൊരാപത്തിലും ഏതുനേരത്തിലും
ഏതൊരു ആപത്തിലും ഏത് നേരത്തിലും നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് അഭയം തന്ന് നമുക്ക് സഹായമായി തീരുന്ന ദൈവം എപ്പോഴും നമ്മുടെ സങ്കേതമാണ്, നമുക്ക് അടുത്ത തുണയാണ്. ഈ ലോകത്തിലെ പാതകളൊക്കെ ഇരുൾ നിറഞ്ഞാലും അതിന്റെ മധ്യത്തിൽ വെളിച്ചം വീശുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതൊക്കെ മാറ്റി ദൈവം അതിന്റെ മധ്യേ പ്രവർത്തിച്ചിട്ടുള്ളത് നാം കണ്ടിട്ടുള്ളതാണ്. നാം രോഗികളായി തീർന്നപ്പോൾ ദൈവത്തിന്റെ സൗഖ്യം നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ്. നാം പാടിയ ഈ പാട്ടിന്റെ എല്ലാ വരികളും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. നാം ഈ ലോകത്തിന്റെ സംഭവങ്ങൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ചേർക്കുവാൻ അവൻ വേഗം വരുന്ന ദിവസങ്ങൾ അടുത്തു വന്നിരിക്കുന്നുവെന്ന് ഈ ലോകത്തിന്റെ സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തിയിരിക്കുകയാണ്. നമ്മുടെ ന്യൂനതകളെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കാം. ശിംശോന്റെ ജീവിതത്തെ കുറിച്ച് ഇന്ന് സൺഡേ സ്കൂളിൽ കൂടി നാം പഠിച്ചപ്പോൾ വിളിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ മകൻ, പ്രത്യേക ഉദ്ദേശത്തോടു കൂടി വേർതിരിക്കപ്പെട്ട വ്യക്തി, അവന്റെ പാതകളെ വിട്ടകന്നു പോയപ്പോ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവശക്തി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇന്ന് രാവിലെ സമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, എന്നെ വീണ്ടും ശക്തീകരിക്കണമേ, ദൈവസന്നിധിയിൽ എന്നെ അടുപ്പിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ ഞാൻ കുറവില്ലാത്ത വ്യക്തികളായി, കുറവുകളില്ലാത്തവരായി, കുറ്റങ്ങളില്ലാത്തവരായി, ന്യൂനതകളില്ലാത്തവരായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം ഇരിക്കുന്ന സീറ്റിൽ നമുക്ക് ഇരിക്കാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിൽ സഹായിപ്പിക്കുന്ന 2 പേർക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവിൽ സഹായിപ്പിക്കുന്നവർക്ക് താല്പര്യമുള്ള 2 വ്യക്തികൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. Praise God. Hallelujah. Praise you, Jesus. Glory to God. Hallelujah. Praise you, Jesus. Amen. Glory, hallelujah, hallelujah. Praise you, Jesus. Praise you, God. Hallelujah. This morning we surrender to your cross. Yes, Lord. Hallelujah. We thank you for each and every individual. Hallelujah. Hallelujah. This morning, Lord, through all their circumstances, all their situations, their sicknesses, and their problems that they have come to this room, oh Father God. Praise the name of Jesus. Heal them. You will deliver them, oh Father God. Amen. No person come here and leave worse than they Glory came to here. God. Glory to Encourage, let them be blessed, let them be able to be bold to face this new Praise week ahead of us, Jesus. oh Father God. We pray, Lord, all the prayer requests that still need to be answered will be Amen. answered in due time, oh Father God. You answer our prayers in the right time, Lord. You do not Glory, delay our blessings. You do not hallelujah. delay anything for us, Lord. You are God on time, Praise God. you, Jesus. Continue to trust and have faith in you, oh Father God. Amen. For the remainder of the service, let every song, every Psalms reading, let every testimony, Yes, every message Jesus. be edifying, and let it be a blessing to us, Lord, Father God. And Hallelujah. as the congregation you have planted in this city of Forney, Lord, we ask that you will help us to be a beacon of light. Yes, To be able to Jesus. draw many souls to your kingdom, oh Father God, to minister to those in our area, in our space, oh Father God. We pray Amen. more souls to be added to the kingdom through all the ministries of this church, oh Father God. Glory Every to single God. Hallelujah. effort that's being made, oh Father God, will be fruitful and successful, Lord, Father God. We pray the Holy Spirit will lead us in the days to come. We give honor and glory and praise in Jesus' name. Amen. We pray. Hallelujah. Praise you, God. Praise you, Jesus. ഹല്ലേലൂയ 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 മഹാപരിശുദ്ധനായ നല്ല ദൈവമേ സ്വർഗ്ഗസ്ഥ രാജാവേ Amen. Hallelujah. Praise you, Jesus. ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ പലപ്പോഴും കർത്താവേ അടികളെ വിളിച്ച ഒരു ഉദ്ദേശവും കർത്താവേ ഹല്ലേലൂയ. അടികൾക്ക് നല്ലതെന്ന് തോന്നി കർത്താവേ പോകുന്ന പല വഴികളുണ്ട് കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ അങ്ങയുടെ വഴി അടികളെ കാണിക്കണമേ. ജീവന്റെ പാത അത്
ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണല്ലോ കർത്താവേ. ഹാലേലൂയ. അതിൽ കൂടി കടക്കുന്ന ഒരു ചുരുക്കമാണ്. ഹാലേലൂയ. എന്നാൽ നാശത്തിലേക്കുള്ള വഴി വിശാലമാണല്ലോ കർത്താവേ. ഈ കാലഘട്ടത്തിൽ അനേകരത് തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവേ, പ്രയാസമുണ്ടെങ്കിലും കഷ്ടമുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും ആ ഞെരുക്കത്തിന്റെ വഴി കൂടി കടന്നുപോയി കർത്താവേ. വിളിച്ച വിളിക്ക് യോഗ്യമായി നടക്കുവാൻ അടികൾക്ക് കൃപ തരണം കർത്താവേ. അടികളുടെ സ്വന്തം കഴിവുകൊണ്ട് അടികൾക്ക് കഴിയത്തില്ലപ്പാ. അടികൾ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരാപ്പച്ച. പലപ്പോഴും അടികളിൽ കുറവ് വന്നു പോകുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവടികളോട് സംസാരിക്കണമേ. അന്ന് ശക്തവും വ്യക്തമായി സംസാരിക്കുന്ന അങ്ങനെ പേഴ്സൺ ആണല്ലോ കർത്താവേ. അടികൾ പലപ്പോഴും കർത്താവേ എങ്ങോ എവിടെയോ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇങ്ങനെ കടന്നു പോവുക കർത്താവേ. എന്നാൽ അടിയങ്ങളത് വസിക്കുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭയത്തോടെ സേവിപ്പാൻ അങ്ങ് ആരാണെന്ന് ഗ്രഹിച്ച് അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം തന്നുകൊണ്ട് ജീവിപ്പാൻ അടികളുടെ കുറവുകളെ കണ്ടുണർന്നുകൊണ്ട് എന്റെ കർത്താവിനെങ്ങൾക്ക് കൃപ തരണമപ്പാ. അടികൾക്ക് എല്ലാവർക്കും ആഗ്രഹമപ്പാ നിത്യതയിൽ എത്തണമെന്ന്. പലപ്പോഴും അടികൾ പല രീതിയിൽ ശത്രു പല രീതിയിൽ അടികളെ അലച്ചു വലിച്ചുകൊണ്ട് പോകുവാൻ നോക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും വരുത്തുന്നതിനുമായ എന്റെ അപ്പന്റെ മുഖത്തേക്ക് മാത്രം നോക്കി മുന്നിടുവാൻ കൃപ വേണമപ്പാ. അങ്ങയുടെ ശക്തി വേണമപ്പാ. ആഗ്രഹിക്കുന്ന അമ്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന എന്റെ കർത്താവ് ഇത് പകൽക്കാലടികളുടെ മധ്യേ ഉണ്ടല്ലോ അപ്പാ. കണ്ണുകളെ തുറക്കേണമേ. അകക്കണ്ണുകളെ പ്രകാശമാനമാക്കണമേ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അങ്ങയുടെ ശക്തിയുടെ അകർച്ച വലിപ്പം അത് വിജയികളായി ജീവിപ്പാൻ അടികളെ സഹായിക്കണമപ്പാ. അടികളുടെ കൂടെ ക്ഷമിക്കണം കർത്താവേ. അടികളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഓ ബിസിനസ്സിലുള്ള മാർഗ്ഗങ്ങളുണ്ടോ എന്ന് നോക്കി നിങ്ങളെ ശാശ്വതമായ മാർഗത്തിൽ നടത്തണേ കർത്താവേ. ആരാധന സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓരോ ശുശ്രൂഷയുടെ കരങ്ങളിൽ തരുന്ന കർത്താവേ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി സകലമായി തീരണേ. ദേവദാസനെ കുടുംബമായി ഓർക്കുന്നത് കർത്താവേ. അവർ വരുന്ന നാട്ടിൽ കടന്നു വരയ്ക്ക് ആഗ്രഹിക്കുന്നപ്പാ. എല്ലാ കർത്താവ് തന്നെ സുഖമാക്കി തീർക്കുന്നതിനാണ് നന്ദി. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടത് സ്തോത്രം. ഇനി മക്കളെ കടന്നുവാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങയുടെ സാന്നിധ്യം കൂടെ പോകുന്നതിനാണ് നന്ദി. മാമിക്കുന്നതില്ലാത്ത ആരോഗ്യവും ബലവും കർത്താവ് പകരുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത് ഈ വാത്സല്യ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അടികളെല്ലാവരെയും നിലനിർത്തണമേ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിലൊക്കെ മറക്കേണമേ. അടികളുടെ ഒരു കുറവും ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് തടസ്സമാകല്ലേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പിതാവേ. യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 95-ാമത്തെ സങ്കീർത്തനം വാക്കുകളിൽ വാക്യമായി വായിക്കാം. Psalms 95. Praise God. Hallelujah. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാൻ, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ നയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. ആകയാൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. നമ്മുടെ വിശുദ്ധകാര്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവം നമുക്ക് നൽകിയ ഈ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാൻ. നമ്മെ നയിക്കുന്നത് ദൈവമാണ്. നാം ഈ ലോകത്തിൽ നമ്മുടെ യാത്ര തുടരുമ്പോൾ ദൈവമാണ് നമ്മോട് കൂടെ ഇരിക്കുന്നത്. അവനാണ് നമ്മെ നയിക്കുന്നത്.
നമ്മുടെ ആലോചനകളാലല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചനയാൽ അവർ നമ്മെ വഴി നടത്തി നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കും. കർത്താവേ, ഞങ്ങൾ വീണ്ടും ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നീ അറിയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളൊക്കെ കർത്താവ് ദൂരത്ത് നിന്ന് അറിയുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളെ പരിഹരിക്കുന്നതുകൊണ്ട് സ്തോത്രം. നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങയുടെ ജനങ്ങളെ കർത്താവ് സമൃദ്ധി അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരുടെയും ജീവിതത്തിലെ വിവിധ വിഷയങ്ങളുടെ മേൽ ദൈവം ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Please be seated in the presence of God. നമുക്ക് ഈ ആഴ്ചയിൽ we don't have any birthday or any anniversary as such. നമുക്ക് ഇന്ന് വിവിധ ശുശ്രൂഷകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. We have 2-3 preachers today, and I have to give all preachers time. And so I am just going to invite our English praise and worship team to come and lead us in worship. And other Jeremy is going to come and speak to us for a short time. And after that, Sister Anu and Sister Sharon will come and sing the offering song, and we'll take the offering at that time. And then I'm just going to say this, then I don't have to come back here. Then Brother Wilson will come and say the prayer, and then we have our Pastor Justin is going to speak the first message, and then Pastor John Thomas, he will speak afterward. And Pastor John Thomas, as you know, is going back to India this Tuesday, and maybe it's a time that I can mention that. And as you all know, Sister Elsie has been facing some severe pain in her back and in her leg, and so she had been in the hospital, like I mentioned on one Wednesday night meeting. She had been in hospital, and so they decided it is better for them to go back for medical reasons. This country, as you know, if you ever step into the hospital, your bill will be so outrageous, I'm sure, considering all those. And also the medical facility in Tiruvalla, they go open, and that they can get the same kind of treatment there for better pricing and all those kind of things. So they decided to go back. So as a church, we need to pray for their safe travel, because I know this is not a few hours journey. From here to Doha is about 15 hours, and then there is another transfer there, then there is another 3 or 4 hours, 5 hours flight. So let us pray for their journey, and we don't want any difficult situation to happen during their journey. I know God will protect them and keep them safe, and let us continue to pray for their. I'm just going to pray for their journey now, and then Brother Wilson will pray later on. കർത്താവേ, തിരുകരത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പോരായ്മകളെ ഒന്നും കണക്കിലെടുക്കാതെ, ഞങ്ങളുടെ കുറവുകളെ ഒന്നും കണക്കിലെടുക്കാതെ അവിടുന്ന് കരുണ തോന്നി, മനസ്സലിവ് തോന്നി, അവിടുന്ന് കരം സ്പർശിച്ച് അവിടുത്തെ വചനം അയച്ച് അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു ഞങ്ങൾ അറിയുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നുവെന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ. കർത്താവേ, സഭയായി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കർത്താവിന്റെ കാര്യം, അത്ഭുതം പ്രവർത്തിക്കുന്ന തിരുകരം പ്രിയ സിസ്റ്റർ എൽസിയുടെ മേൽ അവിടുന്ന് സ്പർശിച്ച് കർത്താവ് വിടുതൽ അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച അവർ യാത്ര ചെയ്യുന്ന ദിവസം മുതൽ അവരവിടെ സൗഖ്യത്തോടെ എത്തുന്ന സമയം വരെയും ദൈവത്തിന്റെ അത്ഭുത കരം അവരോട് കൂടെ ഇരിക്കുകയാണ്.
ദൂതന്മാരുടെ കാവലും സംരക്ഷണവും അവർക്കുണ്ടാകണം. ഒരു ദോഷവും നിനക്ക് ഭവിക്കയില്ലായിരുന്നു. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുത്തു വരികയില്ലായിരുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടുന്നതിന് ഞാൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ദൈവവചനം ഞങ്ങൾ ഓർത്ത് കർത്താവേ, അത്ഭുതകരമായ അതിശയകരമായ ഒരു വിടുതലിനും സുഖകരമായ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് സഭയായി ഞങ്ങൾ അവരെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. For nearly 150 years, this powerful and has reminded of the ultimate truth, that is, when we lay ourselves before Him, He washes us clean and carries our heaviest burdens away. So get ready to lift your voice. So let's all rise for "Are You Washed in the Blood?" Yes. Have you been to Jesus for the cleansing power? Are you washed in the blood of the Lamb? Are you fully trusting in His grace, His arm? Are you washed in the blood of the Lamb? Are you washed in the blood? wonderful day, God. Thank you for everything you have done in our life, God. You said, are we washed in the blood of Christ? Are we washed in the blood of the Lamb? Hallelujah. Let's all take the moment to think about it, the things that we done last week, but yet He's still with us.
Let's all praise our God. Hallelujah. Praise you. Praise you. Hallelujah. Oh, and I've heard 1,000 stories of one day. Think you're life, but I've heard the tender whisper of love in the dead of night, and you tell me that you're pleased and that
Praise the Lord, church. Today, the title of my message, you can say, is the miracle in your hand. Exodus 4:2 says, "And the Lord said unto him, What is in thy hand? And he said, A rod." We often think that God can only use people who are older, smarter, richer, or more talented, but when God called Moses, he didn't ask, "What do you wish he had?" He asked, "What do you have in your hand?" God was asking the question that day. The first point is that God uses ordinary things. Moses had a shepherd's staff. It wasn't expensive. It wasn't powerful. It was just something he carried every day. Yet when Moses surrendered it to God, that ordinary stick became a part of extraordinary miracles. My illustration I have is a pencil. When you have a pencil, you can't write with it if it didn't have lead or anything, and you need also to move your hands to write it. We are the pencil and God is the author. Imagine giving me a basketball. I might miss every shot, but if you put the same basketball into hands of an NBA player and thousands of people pay to watch them play, the basketball didn't change, the person holding it changed. Yes. Your life may seem ordinary, but in God's hand it has incredible purpose. My second point is stop looking at what you don't have. Moses immediately began making excuses. He kept saying, "I can't speak, they won't believe me, I'm not the right person, I had to study." But God never changed his plan because of Moses' excuse. My illustration is a phone battery. Most of us carry a phone every day. It can make calls, take pictures, send messages, and do other stuff. But if the battery dies, it can't do anything. Many of us Christians are trying to live for God on an empty spiritual battery. Prayer charges us, reading the Bible charges us, and worship charges us. Don't blame the phone when it just needs to be connected to a charger. My next point is give God everything you have. God isn't asking for what someone else has. He's asking for what he's already given to you. Illustration 4. When the boy with 5 loaves and 2 fish, he was just a little boy and he was like his lunch. He thought this wasn't enough, but in Jesus' hands it fed thousands of people. What seemed to be too little became more than enough. Never underestimate what God can do to surrendered life. My next illustration is a seed. A small seed, you could almost lose it in your hand, but once it's planted, it grows into something much bigger. God often starts with small things that look small. A small prayer, a small act of kindness, and a small step of faith. My point 4 is God isn't looking for ability. First, he's looking for availability. Most people think that they have to become perfect before God can use them, but God has always used imperfect people. Imagine a toolbox sitting in a garage. The hammer isn't saying, "I'm not as sharp as the saw." The screwdriver isn't saying, "Oh, I wish I was a drill." Every tool has a different purpose. God didn't create us to compare ourselves. He created us to be useful where he had placed us. Stop comparing your gift to someone else. Just let God use yours. You might be saying I'm too young or too old or I made too many mistakes. Moses could have said all those, but when he placed what he had in God's hands, God changed him and everyone did. God isn't asking what you don't have, he's asking what's in your hand. So if you surrender your gifts that he gave you, your time, your heart, and your life to him, he can do more than you could ever do on your own. Thank you. Amen. Very powerful message in short time with a lot of good examples. May God continue to bless you, Jeremy, and use you. Thank you for preparing and presenting. Sister Annie.
Praise the Lord. സ്വർഗ്ഗനാട്ടിനിൻ പ്രിയം തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. സിയോൻ യാത്രയിൽ
നമുക്ക് ദൈവത്തോടുള്ള ധൈര്യവും അപ്രത്യാശയുമാണ്. ആമേൻ. പാടി കർത്താവിനെ ആരാധിപ്പാനിടയായല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ടെസ്റ്റ് മണിക്ക് വേണ്ടി നമുക്ക് സമയം ഇനിയും വേർതിരിക്കുവാനില്ലല്ലോ. ഞാൻ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യോശുവ അവരോട് പറഞ്ഞത്, യോർദാന്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തരും ഓരോ കല്ല് ചുമലിൽ എടുക്കണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്തെന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപെട്ടകത്തിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം എന്ത് അടയാളമാണ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്? ഞാനത് പറയാനുള്ള കാരണം, ഞങ്ങൾ ഇന്നലെ ഞാൻ ചർച്ചിനെ എല്ലാം അറിയിച്ചിരുന്നല്ലോ. ഞങ്ങൾ ഇന്നലെ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നലെ ഡൗണിലേക്ക് കടന്നു പോയത്. പല പ്രാവശ്യം ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പല സഭകളും ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഇത് പറയാനുള്ള കാരണം, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെ കടന്നുപോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനും കുറച്ച് ഫുഡും കൊടുക്കാൻ വേണ്ടിയാണ് കടന്നുപോയത്. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ ദൈവം ശക്തമായിട്ട് അവിടെ എടുത്ത് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കാരണം ഈരണ്ടായി ഈ കുഞ്ഞുങ്ങൾ പോയി. പ്രത്യേകിച്ച് ജെർമിയും ബവീനമോളും ജോനദാനും ഒക്കെ ആ ഹോംലെസ് പീപ്പിളിൻ്റെ അടുത്ത് ചെന്നിട്ട്, പ്രത്യേകിച്ച് ജെർമിനെയാണ് അവിടെ ശ്രദ്ധിക്കായിരുന്നു. നമ്മുടെ കൂടെ ആ ഒരു ഇംഗ്ലീഷ് പയ്യന് കേടനും ഉണ്ടായിരുന്നു. ഞാൻ നിനക്കൊട്ടിന്ന് പ്രാർത്ഥിക്കട്ടെ, ട്രാക്ട് കൊടുത്ത് ഞാൻ നിനക്കൊട്ടിന്ന് പ്രാർത്ഥിക്കട്ടെ. വലിയ ആൾക്കാർ പോലും അവിടെ കടന്നു വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബവീനമോള് ജസ്റ്റിനും ഒക്കെ കടന്നുപോയ ഇടങ്ങളിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പല തട്ടായിട്ട് ഞങ്ങൾ തിരിഞ്ഞാണ് കാര്യങ്ങൾ ചെയ്തത്. ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾ കടന്നുപോയല്ല. ഞാൻ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. നമ്മൾ ചിലതിനൊക്കെ നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഞാൻ വചനം അങ്ങനെ പറയുന്നത്, ശവത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് കർത്താവിനോട് ചോദിച്ചു അല്ലേ. ഇപ്പം ചോദിച്ചപ്പം കർത്താവ് പറയുന്നത്, നിന്റെ കാളയോ കഴുതയോ ഒരു കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ നീ അന്ന് ശവത്തായതുകൊണ്ട് എടുക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന വരണ്ട കൈയുള്ള മനുഷ്യനോട് നീ കൈ നീട്ട് സൗഖ്യമാക്കി. ഈ ദിവസങ്ങളിൽ സുവിശേഷീകരണമില്ലാത്ത സഭ നിർജീവമാണ്, ചത്തതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ സഭ അങ്ങനെ ആകരുത്. ഞാൻ പറയാനുള്ളത്, കാരണം നമ്മുടെ സഭയിലെ എല്ലാവരും അതിന് കൈത്താങ്ങൽ കൊടുക്കുന്നവരാണ്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമുക്ക് വരും ദിവസങ്ങളിൽ ഈ തലമുറകൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കുവാൻ വല്ലതും വേണം ദൈവമക്കളെ. നമ്മൾ പ്രായമൊക്കെ ആയി. ഇനിയിപ്പം നമ്മളെ കൊണ്ട് എത്രമാത്രം നമുക്ക് പോയി ചെയ്യാൻ പറ്റുമെന്നുള്ളത് പലർക്കും ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എക്വിപ്പ് ചെയ്ത് കൊണ്ടുവരണം. വരും ദിവസങ്ങളിൽ അനേകരോട് ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ, ഈ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ, ഈ കൊട്ടിയും പാടിയും നമ്മൾ അനേക കാലം മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ഞാനിത് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു മാതൃക വയ്ക്കുവാൻ വേണം. അവർ വരും ദിവസങ്ങളിൽ എന്താ നിങ്ങൾ ഇത് ചെയ്യും ചോദിക്കുമ്പോൾ, എൻ്റെ പിതാക്കന്മാർ, എൻ്റെ മാതാക്കന്മാര് എനിക്ക് വേണ്ടി കാണിച്ചു തന്ന മാതൃകയാണെന്ന് പറയുവാൻ നാം തയ്യാറാകണം. അതല്ല എങ്കിൽ നാം ഈ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമാകും മക്കളെ. എനിക്കത് ഓർപ്പിക്കാനുള്ള കാരണം, ഞാൻ ഇന്നലെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഇവിടെയുള്ള പോലീസുകാർ പോലും പോന്ന് ഞങ്ങളോട് അപ്രീഷിയേറ്റ് ചെയ്തു. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്. ഈ കുടുംബം കുറേ നല്ല കാര്യങ്ങൾ അവിടെ കൊടുക്കുവാനായിട്ട് പ്രിയ ബന്ധു സിസ്റ്ററും സജീവர்களுം ഒക്കെ ചെയ്തു. പ്രിയ ജസ്റ്റിൻ അവനാണ് മുൻകൈ എടുത്ത് ആ കാര്യങ്ങളെല്ലാം ചെയ്തത്. ബവീനമോളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. വരും ദിവസങ്ങളിൽ ഒരു മാസത്തിൽ ഒന്നെങ്കിലും ഞങ്ങളുടെ ആഗ്രഹമാണ്. എനിക്ക് എത്രമാത്രം ഓടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ വരും ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും അവിടെ കടന്നുപോയി അനേകം സുവിശേഷം അറിയിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. സാഹചര്യമുള്ളവർ കടന്നു വരണം. നമ്മൾ നോർത്ത് ഇന്ത്യൻ ലോകത്തിൽ സഹായിക്കുന്നവരാ. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ചുറ്റുപാടുകൾ കൊണ്ട് സുവിശേഷം കേൾക്കാത്ത അനേകരുണ്ട്. അവരോട് പറയണം. എത്ര പേര് സമർപ്പിച്ചെന്നറിയാമോ? എത്ര പേര് വന്ന് സമർപ്പിച്ച് എനിക്ക് നിന്റെ ദൈവത്തെ കാണണം, അറിയണം എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞത്, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാവകാശമുള്ളവർ കടന്നു വരണം. നിങ്ങളത് ചെയ്യുന്നുണ്ട്. നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അവസ്ഥ ഒരുക്കുക സഭയ്ക്ക് നന്ദി അറിയിക്കും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ആ സമയം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ ഈ മുറിക്കുള്ളിൽ അനുഭവിച്ചപ്പോൾ കർത്താവേ, ഓരോ ശുശ്രൂഷകളിലും
ദൈവത്തിന്റെ ആമീൻ ആ സാമീപ്യം ഞങ്ങൾ അറിഞ്ഞല്ലോ. ബൈബിൾ സ്റ്റഡിയിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവേ, ദാസൻ ഞാൻ ഇവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. കർത്താവേ, അത് ഞങ്ങൾ കേൾക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അവസാനം എപ്രകാരമായി തീർന്നുവെന്ന് നാം അറിയാതെ പോകരുത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നീ ഇത് ചെയ്ത് ആമീൻ ഞാൻ മിണ്ടാതെ ഇരിക്കയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് ആമീൻ നീ വിചാരിച്ചു. നമുക്ക് ദൈവത്തെ കളിപ്പിക്കുവാൻ ആമീൻ ആമീൻ അധികം കാലം കഴിയില്ല ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ ദൈവമേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കരങ്ങൾ മലർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ എല്ലാവരും കൈവിടപ്പെട്ടു പോകാതെ നിത്യതയുടെ തീരത്ത് കാണുവാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്യുമാറാകണമേ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഹല്ലേലൂയ. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകരുത്. ആ സ്വസ്ഥതയില് ആ നിത്യതയില് നാം കാണുവാൻ ഹല്ലേലൂയ നമുക്ക് ഇടയാക്കണം. ഹല്ലേലൂയ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഹോദരിമാർക്ക് പാട്ടുപാടി ദൈവത്തിൽ സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി ദൈവത്തിന് മഹത്വം കരയരുത് കർത്താവേ. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിച്ചല്ലോ. ഹല്ലേലൂയ. അപ്പാ ദൈവമേ, ആരെങ്കിലും ഇതിന്റെ നടുവിൽ ഹല്ലേലൂയ പുറത്തു പറയുവാൻ കഴിയാത്ത വേദനയിൽ ഭാരത്തിൽ ദുഃഖത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു, നിന്റെ സകല ചിന്താകുലവും എന്റെ മേലിട്ട് കൊള്ളുവിൻ. ഹല്ലേലൂയ. ഞങ്ങളെ പുലർത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അടിയന്റെ കുറവ് അത് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ അടിയനോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തുതിക്കുന്നു കർത്താവേ. കരങ്ങൾ നീട്ടി എന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി അത് ഹല്ലേലൂയ ഉപകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനായി ഞങ്ങൾ ഞങ്ങളുടെ കാതുകളെ ഒരുക്കുമ്പോൾ ഹല്ലേലൂയ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാന്, അത് ഞങ്ങളിൽ വിടേണ്ടതിനെ വിടുവാന്, ചില മനകളെ ഒടിക്കുവാന്, ആമേ ചില നിയമങ്ങളെ മാറ്റി എഴുതുവാന് ദൈവം കൃപ തരുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആരാവോളം ഹല്ലേലൂയ അന്ത്യകാലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ധർമ്മമൂർത്തി വെളിപ്പെടുന്നതിന് മുമ്പ് ആമേ ഞങ്ങൾ കൂടിയുള്ള ഹല്ലേലൂയ ശുശ്രൂഷ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ കമ്പാഷൻ ചർച്ചിനെ അതിനായി ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ദൈവമക്കളെയും അതിനായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കടന്നുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി നമുക്ക് നന്ദി പറയാം. വചനത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു ദിവസമായിരുന്നു. നമ്മൾ പലപ്പോഴും വീട്ടില് മടിച്ച് സുവിശേഷ വേലയിൽ വലിയ താല്പര്യങ്ങളൊന്നും കാണിക്കാതെ ഒരു സൺഡേ ക്രിസ്ത്യൻസ് ആയി മാത്രം നമ്മൾ ഒതുങ്ങിക്കൂടുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്തുള്ള തീയെ കാണാൻ ഇന്നലെ എനിക്ക് കഴിഞ്ഞു. അവരിവിടെ ഒതുങ്ങിയിരിക്കുന്നുവെങ്കിലും ഇന്നലെ അവരവിടെ വന്നു. അവരോട് ആരും നിർബന്ധിച്ചില്ല, ആരും പറഞ്ഞില്ല. അവര് തന്നെ ചെന്നു, ഓരോ വ്യക്തികളുടെയും അടുത്ത് ചെന്ന് അവരെ തോളത്തെ കെട്ടിപ്പിടിച്ച്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിപ്പിച്ച കാര്യം. ആ ഹോംലെസ് ആയ ആൾക്കാര് അടുത്ത് ചെല്ലാൻ നാറുന്ന ആൾക്കാരുടെ അടുത്ത് അവര് പോയി കെട്ടിപ്പിടിച്ച് അവരുടെ കരം കൈ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോ അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒതുക്കി നിർത്തി അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കണം. അറിയാം, ഒട്ടും സേഫ് അല്ലാത്തൊരു ഏരിയയാണ്. പക്ഷേ ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവരെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൽ ചിലരെന്നോട് സാക്ഷ്യം പറഞ്ഞു, അമ്മേനി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അവർ ദൈവത്തിന്റെ ഒരു അനോയിന്റിങ് അനുഭവിച്ചു എന്ന്. ഇതിൽ പരം എന്ത് സന്തോഷമാ വേണ്ടത്. ഒരു കാര്യം കൂടെ പറയാം. തിരിച്ച് ഞങ്ങൾ വാഹനത്തിൽ വരുന്ന സമയത്ത് ക്ഷീണം കൊണ്ടായിരിക്കാം, വെയിലുള്ളത് കൊണ്ടായിരിക്കാം, കുഞ്ഞുങ്ങൾ പലരും ക്ഷീണം അനുഭവിച്ചു. ഞാൻ ഒരുപാട് പേടിച്ചു, കാരണം ഞാനാണ് ഇവരെ കൊണ്ടുപോയത്. ഞാൻ എന്താ പാരന്റ്സിനോട് പറയാ, അവർ ഭയങ്കര ക്ഷീണമായിരുന്നു. അവർ പറഞ്ഞു അവരുടെ കൈയൊക്കെ ഷിവർ ചെയ്യുക. അവർ ഭയങ്കര തളർച്ചയിലൂടെ പോയപ്പോ ഞാൻ പേടിച്ചു പോയ സമയത്ത് ഭവിനമോൾ എണീറ്റ് പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ആമേൻ. അവര് ആ ഓയിൽ എടുത്ത് തേച്ച് പ്രാർത്ഥിച്ചപ്പോ ആ സമയത്ത് തന്നെ അവർക്ക് സൗഖ്യം പ്രാപിക്കുവാനായിട്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും
നമ്മൾ അടക്കി നിർത്തരുത്. അവരെ ദൈവം ഉപയോഗിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വചനവുമായി കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഉണ്ടാകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണം, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ വേലകളെ ദൈവമേ അനുഗ്രഹിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും ദൈവസന്നിധി വരുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ചില കാര്യങ്ങളിലാണ് ഇതൊക്കെ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം. പ്രിയ ശലോമോൻ നമ്മൾ വേദപുസ്തകത്തിൽ കാണുമ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് അവനൊരു ആലയം പണിതു. ആലയം പണിതിട്ട് ആ ആലയത്തിൽ നിന്നുകൊണ്ട് ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ, ഞാൻ ആരൊക്കെ ഈ ആലയത്തിനകത്ത് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ, കർത്താവെ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമേ. രോഗികളായ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ദൈവമേ അവരുടെ രോഗത്തെ അവിടുന്ന് സൗഖ്യമാക്കണമേ. മനസ്സ് തകർന്ന് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഇത് അവരുടെ പ്രാർത്ഥനയായിരുന്നു ശലോമോന്റെ. അവൻ ആ ശലോമോന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഒരു മറുപടിയാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവം മറുപടിയായി, ശലോമോന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ശലോമോന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവൻ ശലോമോനോട് ദൈവം പറയുകയാണ്, എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട്. അപ്പോൾ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ലോർഡ്, ആരൊക്കെ ഇവിടെ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശലോമോനോട് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ശലോമോനോട് പറയുകയാണ്, ആരൊക്കെ ഇവിടെ കടന്നു വരുന്ന പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കും. 2, അവരുടെ പാപത്തെ ഞാൻ ക്ഷമിക്കുവാനായിട്ട് ഇടയായി തീരും. 3, അവരുടെ ദേശത്തിന് ഞാൻ സൗഖ്യം വരുത്തി കൊടുക്കും. ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ച 3 കാര്യങ്ങൾക്ക് ദൈവം മറുപടി കൊടുത്തു. 1, ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും. 2, ഞാൻ അവരെ സൗഖ്യമാക്കും. അവരുടെ പാപത്തെ ഞാൻ അവരെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ ആര് ചെയ്യണം? ദൈവമക്കൾ ചെയ്യണം. ആമേൻ. വചനം ഇങ്ങനെയാ പറയുന്നത്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. സോ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടണമെങ്കിൽ, ആമേൻ, ആ ആലയത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ, ആ ആലയത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിന്റെ 5-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു, യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ തേജസ് ആലയത്തെ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം ഹേതുവായി പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിയാത്ത വിധം, ശുശ്രൂഷ ചെയ്യാൻ നിൽപ്പാൻ കഴിയാത്ത വിധം ദൈവ തേജസ് നിറഞ്ഞു. എങ്ങനെ നിറഞ്ഞു? അതിനെന്ത് ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. നമ്മുടെ സഭകളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ മന്ദിരം, നമ്മുടെ ഹൃദയമാണ് ഇന്ന് ദൈവത്തിന്റെ മന്ദിരം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയമായ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിറയണമെങ്കിൽ, ദൈവസഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം നിറയണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിറയണമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പകൽക്കാലം വചനത്തിൽ നിന്ന് പറയാനുള്ളത്, എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എന്റെ ജനം ഒന്നാമതായി ചെയ്യേണ്ടത് തങ്ങളെ തന്നെ താഴ്ത്തണം. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കണമെങ്കിൽ നാം ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, humble yourself. If we want to really experience the presence of God when we come into the church, or like in our personal prayers, in our family, we want to experience God, the first, the most important thing that what we have to do is humble ourselves before God. ആമേൻ. ദൈവത്തോടുള്ള ബന്ധം ഒരു ലാഡർ ആണെങ്കിൽ ആ ലാഡറിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് humble
humble yourself before God. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. വചനത്തിൽ നാം കാണുമ്പോൾ അനേകം വാക്യങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവനോ ദൈവം കൃപ നൽകുന്നു. യഹോവ വെറുക്കുന്ന 6 കാര്യമുണ്ട്, അവൻ അറുപ്പായത് 7 ആകുന്നു. അതിലെ ആദ്യത്തെ കാര്യം അഹങ്കാരമുള്ള വ്യക്തികൾ. ആമേൻ. മറ്റു വാക്യത്തിൽ കാണുന്നു, യഹോവ ഭക്തി എന്നത് ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഗർവം അഹങ്കാരം എന്നിവയെ ഞാൻ വെറുക്കുന്നു. സോ ദൈവം വെറുക്കുന്ന ഒന്നാണ് എന്ത്? അഹങ്കാരം. എപ്പോഴാണ് അഹങ്കാരം ഉണ്ടാകുന്നത്? നാം ഹംബിൾ ആകാതിരിക്കുമ്പോൾ. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം അനുഭവിക്കണമെങ്കിൽ, ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം നാം അനുഭവിക്കണമെങ്കിൽ, ഒന്നാമതായി നാം ചെയ്യേണ്ടത് ദൈവത്തിന് മുൻപിൽ നമ്മൾ ഹംബിൾ ആയിരിക്കണം. അപ്പോൾ തന്നെ ദൈവത്തോട് നാം ഹംബിൾ ആകുമ്പോൾ നാം മനുഷ്യരുടെ മുൻപിൽ ഹംബിൾ ആകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇന്നലെ അവര് ദൈവത്തിന്റെ സ്വഭാവം അവരോട് കാണിച്ചു കൊടുത്തു, അവരെ സ്നേഹിച്ചു. അവൻ ദൈവവചനം എന്താ പറയുന്നത്? അവൻ നിന്റെ കണ്ണിന്റെ മുൻപിൽ കാണുന്ന നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കാം? അങ്ങനെ വ്യക്തി ജീവിതത്തിൽ എന്റെ ദൈവവുമായി എന്റെ സഹോദരനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? എന്റെ അപ്പനെയും അമ്മയെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ, അമ്മേൻ, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ നാം എങ്ങനെ സ്നേഹിക്കും? ദൈവം പറയുകയാണ് അത് അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിക്കണമെങ്കിൽ ആദ്യമായി നാം ചെയ്യേണ്ടത് humble yourself before God. ആമേൻ. രണ്ടാമതായിട്ട് പറയുകയാണ് then you go and pray. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമായില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? humble yourself before God. എന്നിട്ട് ദൈവസന്നിധിയിൽ നാം പോയി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുഖത്ത് നാം എന്താണോ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, അത് നമ്മുടെ കുടുംബത്തിനകത്തുള്ള പ്രയാസങ്ങളാണോ, നമ്മുടെ സങ്കടങ്ങളാണോ, വേദനകളാണോ, കടഭാരമാണോ, രോഗമാണോ, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഒന്ന്, ഹംബിൾ ചെയ്യാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇനി ഹംബിൾ ചെയ്തതുകൊണ്ടും പ്രാർത്ഥിച്ചത് കൊണ്ടും കാര്യമായില്ല. അടുത്ത കാര്യം പറയുകയാണ്, and seek my face. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. ആ വാക്ക് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നാം അന്വേഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിക്കുന്നവരായി തീരുവാൻ ഇടയായി തീരണം. ആമേൻ. എങ്ങനെയാ ദൈവ സാന്നിധ്യം അന്വേഷിക്കുന്നത്? അടുത്തത് ആമേൻ, turn from their wicked ways. നമ്മുടെ ജീവിതത്തിലെ നടപ്പ് ദൈവസന്നിധിയിൽ വിശുദ്ധമാകണം. ആമേൻ. അതിന് വേറൊരു വാക്യം അതേ അധ്യായത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. അതിന്റെ 17ാമത്തെ വാക്യം, if you walk before me as your father David walked. ദാവീദ്, നിന്റെ പിതാവായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ മുൻപിൽ വിശുദ്ധമായി നടക്കുന്നെങ്കിൽ, ദാവീദിനെ കുറിച്ച് പറയുന്നത് അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഹിതമറിഞ്ഞ്, ദൈവത്തിന്റെ മനസ്സറിഞ്ഞ്, ദൈവത്തിന്റെ ഇഷ്ടമറിഞ്ഞ് നാം ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം സഭയ്ക്കകത്തും വ്യക്തി ജീവിതത്തിലും, ആമേൻ, കുടുംബത്തിനകത്തും നമുക്ക് വെളിപ്പെടുന്നത് അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആമേൻ. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളോട് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നത്, നമ്മളോട് പറയുന്നത് humble yourself. നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ പലപ്പോഴും പാപത്തിൽ, പല പ്രയാസങ്ങളിൽ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് തിരിച്ചാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് വേയിലാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ആദ്യം നമ്മൾ നമ്മുടെ വിക്കറ്റ് വേസ് ഒക്കെ ഒന്ന് മാറ്റി ദൈവത്തോട് ഒരു നല്ല മനസാക്ഷി കൊണ്ടുവരാൻ ആദ്യം നമ്മൾ നോക്കും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ നോക്കും. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഹംബിൾ ആകും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ വചനം പറയുന്നത് തിരിച്ചാണ്. ആമേൻ. നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ രോഗവും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ ആയിട്ട് ദൈവസന്നിധിയിൽ വാ. പക്ഷെ നിങ്ങളൊരു ഹംബിളായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, അപ്പൊ ഒന്ന് ഹംബിൾ, രണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൂടെ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അവൻ അന്വേഷിക്കാൻ, ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ നമുക്കൊരു കൃപ ലഭിക്കും. ആ കൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ നാം എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കാം. ആകയാൽ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിനും ഒരിക്കൽ കൂടി ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. Heal their land. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ അവസ്ഥകൾക്ക്, ദേശത്തിന് സൗഖ്യം വരുത്തും. ആ ഹീലിംഗ് എന്ന വാക്ക് ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കുമായിരുന്നു. ആ ഹീലിംഗ് എന്ന വാക്ക് എന്ന് പറയുന്നത് ഒരു ഫിസിഷ്യനെയാണ് കാണിക്കുന്നത്. ഒരു ഡോക്ടർ തന്റെ മുന്നിൽ വരുന്ന രോഗിയുടെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി അതിനെ ഡയഗ്നോസ് ചെയ്തതിനു ശേഷം കറക്റ്റ് മെഡിസിൻ കൊടുക്കുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ പഠിച്ച്, നമ്മുടെ വ്യക്തി ജീവിതത്തിലെ കുറവുകളെ പഠിച്ച്, നമ്മുടെ കുടുംബത്തിനകത്തെ കുറവുകൾ പഠിച്ച്, നമ്മുടെ സഭയ്ക്കകത്തെ കുറവുകൾ പഠിച്ച്, അവൻ നല്ല ഡോക്ടറായ നമ്മുടെ കർത്താവ് അവൻ നമുക്ക് വേണ്ടതായ രീതിയിൽ അവൻ ഒരു മരുന്ന്, ഒരു ട്രീറ്റ്മെന്റ് തരുവാൻ അവൻ വിശ്വസ്തനാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ അവൻ ശലോമോനെ പോലെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ. ശലോമോന്റെ ആലയത്തിൽ നിറഞ്ഞതുപോലെ ശുശ്രൂഷകൾക്ക് നടക്കാൻ കഴിയാത്ത വിധം ഒരു വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ സഭയ്ക്കകത്ത് ഉണ്ടാകണം. ആ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടിയുള്ള, ആ ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഒരു കൊതി ഈ ദിവസങ്ങളിൽ നമ്മളിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു പാട്ടിന്റെ 2 ഇരടികൾ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പാട്ട് ഇങ്ങനെയാ പറയുന്നത്: കൊതിയാണപ്പാ. എന്നെ ഒരുപാട് ടച്ച് ചെയ്ത പാട്ട്, അതുകൊണ്ടാണ് ഞാൻ പാടുന്നത്. കൊതിയാണപ്പാ. ഈ ഒരു കൊതിയാണ് നമുക്ക് വേണ്ടത്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാം. നമുക്ക് ആ പാട്ടൊന്ന് പാടി ജോൺ തോമസ് പാസ്റ്റർ അതിനുശേഷം വന്ന് തുടർന്ന് ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്നതായിരിക്കും. എന്നെ മാനിച്ചിടുന്ന നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. ആരെല്ലാം തള്ളിയാലും മേഘനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ. കൊതിയാണപ്പാ. ആരെല്ലാം തള്ളിയാലും മേഘനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാം. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സഭായോഗത്തിന്റെ സമാപന സമയം കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവാവസരം ഒരുക്കി തന്നതിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി, വിശേഷാലിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ബഹുമാന്യ കർത്തൃദാസനോടും കുടുംബത്തോടും
സഭയിലെ ഓരോ അംഗത്തോടും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സന്തോഷവും ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. വിശുദ്ധ ബൈബിളിൽ 3 പുസ്തകങ്ങൾ ശലോമോൻ എഴുതിയിട്ടുണ്ട്. ഉത്തമഗീതം തൻ്റെ നല്ല യൗവനത്തിൽ എഴുതിയ പുസ്തകമാണ്. സഭാപ്രസംഗി ജീവിത സായാഹ്നത്തിൽ എഴുതിയ പുസ്തകമാണ്. അതുകൊണ്ടാണ് ഒട്ടനവധി വാക്യങ്ങളിലും ആ മായ എന്ന് നാം വായിക്കും. മധ്യാഹ്നത്തിൽ എഴുതിയ പുസ്തകമാണ് സദൃശവാക്യം. സദൃശവാക്യങ്ങളിൽ 2 പദങ്ങൾ കൂടെ വായിക്കുന്നുണ്ട്. 1 ജ്ഞാനം, 2 ഭക്തി എന്നുള്ളത്. അതിലൊരു വാക്യം ജ്ഞാനിയോട് ചേർന്ന് നിൽക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകും. അനുഗ്രഹീതനായ ഒരു കർത്തൃദാസനെയാണ് ദൈവം നമ്മുടെ സഭയ്ക്ക് ദാനം നൽകിയത്. അദ്ദേഹം ദീർഘസംവത്സരങ്ങളിലെ ഒരു വിദ്യാർത്ഥിയും ഇന്നും പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന എല്ലാ ജ്ഞാനവും അറിവും നമ്മുടെ സഭയ്ക്ക് പങ്കുവച്ച് കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നിന്ന് ആ ജ്ഞാനം നമ്മിലേക്കും സ്വീകരിപ്പാൻ കർത്താവ് നമ്മെ സഭയായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിന് കർത്താവിനോട് പ്രാർത്ഥിക്കും. ഇന്നലെ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഒടുവിലൊരല്പസമയം 10 മിനിറ്റ് സംസാരിക്കണം. ഇന്ന് ജസ്റ്റിൻ ദൈവവചനം സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു, എങ്കിലും നിർബന്ധിച്ചു. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് നിർബന്ധം എൻ്റെ മേൽ കിടക്കും. ഞാൻ ഇന്ന് സംസാരിക്കേണ്ട വചനം എൻ്റെ ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിച്ചു ഇന്നലെ രാത്രി. സത്യത്തിൽ ഇന്ന് രാവിലെ വരുന്നപ്പോൾ ബൈബിൾ എടുത്തു ആ ഡയറി എടുക്കുവാനായിട്ട് ഞാൻ ഇതെനിക്ക് മാത്രമല്ല, ഞാൻ സുവിശേഷ രംഗത്ത് ഒട്ടും അറിയാത്തവനാണ്. എന്നാൽ വളരെ അധികം അറിയുന്നതായ ഒരു ദൈവദാസൻ ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ആദ്യം പ്രസംഗത്തിനായിട്ട് ഇതുപോലെയൊരു വേദിയിൽ നിൽക്കുമ്പോൾ എഴുതിക്കൊണ്ടുവന്നതായ കുറിപ്പ്, ഇന്നത്തെ പോലെ AC ഇല്ല, ഫാൻ ഉണ്ടായി. ആ ഫാനിൻ്റെ കാറ്റ് നിമിത്തം എവിടേക്കോ പറന്നുപോയി. അദ്ദേഹത്തിന് അത് പിന്നീട് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഇന്ന് ബ്രദർ വിൽസൺ, അതിനുശേഷം ബ്രദർ ജസ്റ്റിൻ ഇന്നലെ തങ്ങളിലൂടെ കർത്താവ് ചെയ്ത സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ ദൈവം ഒരു വചനത്തിൻ്റെ പ്രകാശനം എൻ്റെ ഹൃദയത്തിലേക്ക് നൽകിയത്. ആ വചനത്തെ ആസ്പദമാക്കി അല്പനിമിഷങ്ങൾ ഞാൻ സംസാരിക്കട്ടെ. 2 വേദഭാഗങ്ങൾ വായിക്കുന്നു. ഒന്ന് സഭാപ്രസംഗി 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. സഭാപ്രസംഗി 11:6. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിന്റെ കൈ വിളച്ചിരിക്കരുത്. ഇതോ അതോ ഏത് സഫലമാകുമെന്ന് രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ. മോർണിംഗ് നിന്റെ വിത്ത് വിതയ്ക്കാം, ഈവനിങ് നിന്റെ കൈ ഇളച്ചിരിക്കരുത്. റീസൺ ഏത് സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ളതായ വചനങ്ങൾ നാം എടുത്ത് വായിക്കുന്നില്ല, അത് സമയമെടുക്കുമല്ല, സമയം ചുരുക്കമാണല്ലോ. ആ ഉപമയിൽ വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ദ പാരബിൾ ഓഫ് ദ സോ, വിതക്കാരൻ്റെ ഉപമ. അവിടെ നാം കാണുന്ന
അനവധി ചിന്തകളുണ്ട്. 2 ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദ പ്രൊഡിഗാലിറ്റി ഓഫ് ദ സോവർ, വിതക്കാരൻ്റെ ധാരാളിത്തം. ആ വിതക്കാരനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ വിതക്കാരൻ കാണുന്നിടത്തെല്ലാം വിതച്ചു എന്നാണ് വായിക്കുന്നത്. എവിടെയൊക്കെയാണ്? വഴിയരികെ, പാറസ്ഥലത്ത്, മുള്ളിനിടയിൽ, നല്ല മണ്ണിൽ, എല്ലായിടത്തിലും വിതച്ചു. സ്തോത്രം. രണ്ടാമതായി, ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സീഡ്, വിതച്ച വിത്ത് എല്ലായിടങ്ങളിലും വളരുവാനുള്ളതായ ശ്രമം നടത്തി. അത് വഴിയരികിലും ശ്രമിച്ചു, മുള്ളിനിടയിലും ശ്രമിച്ചു, പിന്നെ പാറസ്ഥലത്തും ശ്രമിച്ചു. ഒടുവിലത്തെ സ്ഥലം നമുക്കറിയാം, നന്നായി വളരുവാനായിട്ട് ഇടയായി. ഈ നല്ല സാക്ഷ്യങ്ങൾ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് 1973 to 77 കാലഘട്ടത്തിലായിരുന്നു ഞാനും കർത്തൃദാസനും ബാംഗ്ലൂരിലെ SABC പഠിക്കുവാനായിട്ടിടയായി. 4 വർഷം. അന്ന് ഞങ്ങളെല്ലാ ശനിയാഴ്ചയും ബാംഗ്ലൂർ പട്ടണത്തിൻ്റെ തെരുവുകളിൽ ലഘുലേഖയും ബൈബിളിൻ്റെ പ്രതിയുമായി പോയി. രാവിലെ പോകും, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകും. 4 മണിയാകുമ്പോഴാണ് മടങ്ങി വരുന്നത്. ആ സമയങ്ങളെല്ലാം അവിടെ സഞ്ചരിച്ച് കാണുന്നവർക്കൊക്കെ ഈ സുവിശേഷത്തിൻ്റെ പ്രതി ലഘുലേഖ കൊടുക്കുക പതിവായി. അന്ന് വിരലിൽ എണ്ണാകുന്നതായ സഭകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെയൊക്കെ മെഗാ ചർച്ചസ് വളരുവാനായിട്ട് ഇടയായിത്തീർന്നു. കൊടുത്ത് ആ ലഘുലേഖകൾ എത്തപ്പെട്ടത് ഒരുപക്ഷെ മദ്യപാനികളുടെ കയ്യിലായിരിക്കും, ദുർമാർഗികളുടെ കരങ്ങളിലായിരിക്കും. ചിലരത് വാങ്ങിയിട്ട് കീറിക്കളഞ്ഞവരുണ്ട്, എടുത്തു കളഞ്ഞവരുണ്ട്. എന്നാൽ ആരറിയുന്നു? കർത്താവ് അറിയുന്നു. പിൽക്കാലത്തെ കർത്താവ് അവരിൽ അനേകരെ തൊട്ട് കാണും. അവർ മാനസാന്തരത്തിലേക്ക് ദൈവം അവരെ നയിച്ചു കാണും. ധന്യനായ പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നത്, സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. There is nothing to boast. എന്നാൽ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ദൈവത്തിന് സ്തോത്രം. രാവിലെയും വൈകുന്നേരത്തും നമ്മളാവോളം ദൈവത്തിനായി പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കുവാൻ ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെയെല്ലാം വഴിയോരങ്ങളിലായിരിക്കും, ഒരുപക്ഷെ നമ്മെ കണ്ടുമുട്ടുന്നവരുടെ അടുക്കലായിരിക്കും. ഞാൻ ഈ കാലങ്ങളിൽ ഏറ്റവും അധികം നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് പേഴ്സണൽ ഇവാഞ്ചലിസത്തിനാണ് കൂടുതൽ പ്രസക്തി. ഫോണിൽ വിളിക്കുന്നവരായിരിക്കും. ഈ കാലങ്ങളിൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അനേകർ ഫോണിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി വിളിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരോട് സുവിശേഷം അറിയിക്കുന്നു. അങ്ങനെ ഈ സഭ കർത്താവിന് പ്രയോജനമുള്ളവരായി, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരണം എന്നുള്ളതാണ് എപ്പോഴും എൻ്റെയും പ്രാർത്ഥന. ഏറ്റവും ഒടുവിലായി നാം വായിക്കുന്നത്, നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനിയായി. ഇപ്പോഴും നാം ഓർക്കണം, നാം വിതയ്ക്കുന്ന വിത്ത് ഒരിക്കലും നഷ്ടമാകുകയില്ല. അത് എന്ന് ഏതൊക്കെയോ സമയങ്ങളിൽ ദൈവം നിശ്ചയിച്ച സമയത്ത് അത് ഫലം കായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും സന്തോഷത്തോടെ ഐക്യതയോടെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. നിങ്ങൾ എല്ലാവരും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവവചനത്തിൽ വേരൂന്നി ദൈവപ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്
ഈ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വണ്ണം കർത്താവിൻ്റെ രാജ്യത്തിനായി പ്രയോജനപ്പെടുവാൻ സഭയായി എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. I assure you that as I have been doing, I keep you in prayer 3 times a day. എല്ലാ ദിവസവും 3 നേരം നിങ്ങൾക്കായി ഈ സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ഈ സഭയിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഓരോ പ്രാവശ്യവും മടങ്ങി വരുമ്പോൾ സന്തോഷത്തോടെ എല്ലാവരെയും കാണുവാൻ, ഇനിയും കർത്താവിൻ്റെ വരവ് താമസിച്ച് മടങ്ങി വരുമ്പോൾ ഇതിൽ അധികം പേരെയും ഈ സഭയിൽ കാണുവാനായി ഇവിടെ ഉള്ളവരെല്ലാവരും കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നിൽക്കുവാൻ ഞാനൊരു കാര്യം ദൈവസഭയെ ഓർപ്പിക്കാം. കഴിഞ്ഞ 45 വർഷത്തിലധികം ദൈവസഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവസഭയെ ഓർപ്പിക്കട്ടെ. നമ്മുടെ മധ്യയെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനോട് ചേർന്ന് നിന്ന് ദൈവദാസൻ ആത്മാർത്ഥതയോടെ ഈ പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവദാസൻ സഭയുടെ ശുശ്രൂഷകൻ ആത്മാർത്ഥതയോടെ ഒരു വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അങ്ങനെ തന്നെ അങ്ങനെ പ്രാർത്ഥിപ്പാനായി നാം എല്ലാവരും ഇടം കൊടുത്ത് ദൈവപ്രമാണത്തിൽ നാം നിലനിന്ന് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ ദാസനോടും ചേർന്നും സഭയായി ഐക്യതയോടും കർത്താവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തി നാം ഒരുങ്ങി അനേകരെ ഒരുക്കി പ്രയാണം തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. ഇന്ന് നമ്മൾ 3 പ്രസംഗങ്ങളാണ് കേട്ടത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 3 പ്രസംഗങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജാണ്. ബിഗിനിങ് വിത്ത് ബ്രദർ ജെർമി, വെരി പ്രൊഫൗണ്ട് തോട്ട്സ്. ദൈവം നമുക്ക് ദൈവത്തിൻ്റെ വചനം ആരിൽ കൂടി വരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഇന്ന് പ്രധാനമായിട്ട് ഇന്നത്തെ പ്രധാന പ്രാസംഗികൻ പാസ്റ്റർ ജസ്റ്റിൻ ആയിരുന്നു. ഇടയ്ക്ക് I just wanted to give a few minutes to Pastor John Thomas since he is leaving and it was necessary and he also spoke to us. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നു എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുക. This is a very profound message. Pastor Justin talked to us very profoundly. I know he wanted more time, but today was not, somehow it was a kind of restricted time, but we wanted to do everything appropriately within what we all have in common. നമുക്ക് ഈ കേട്ട വചനത്തിന് മുൻപായി അവസാനമായിട്ട് കർത്താവിൻ്റെ ദാസൻ കൂടി ദൈവത്തിൻ്റെ വചനം വിതറുന്ന വിത്തുകളെ കുറിച്ച് നാം കേട്ടു. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാണ്. നാം മറ്റുള്ളവരിലേക്ക് സുവിശേഷം പ്രചരിപ്പിക്കുക. ദൈവം അനേകരെ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടുന്ന ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളെയാണ്. സോ ഇന്നലെ വൈകിട്ട് നടന്ന ട്രാക്ട് വിതരണത്തെ കുറിച്ചുള്ള ടെസ്റ്റിമണി കേട്ടു. ഇറ്റ് ഇസ് ഗുഡ് ടു ഹിയർ ഓൾ ദോസ്. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരങ്ങൾ ആയിരുന്നാൽ പോലും അതിന് നിത്യതയിൽ ഒരു വലിയ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും. പാസ്റ്റർ ജോൺ തോമസ് പറഞ്ഞതുപോലെ I remember taking a bag on my side, putting all those tracts and going out and giving it in the hands of people. But I know I distributed a lot of tracts. I sold. I never, when it comes to the Gospels, I never gave it free. I gave it to them and I collected 25 cents or something, 25 paisa. Because I know when you give something free to people, they may trash it. But I wanted them to invest something in it. So they invested
for the gospel, and I'm sure they treasured it and they read it. We don't know what happened to all those, but whatever we do in our church, we are also going to make a little impact into God's kingdom. നമുക്ക് ഈ സമയത്ത് ഒരു പാട്ടിൻ്റെ ചില അടികൾ പാടി കഴിഞ്ഞതിന് ശേഷം പ്രിയാച്ചായൻ പ്രാർത്ഥിച്ച് ഈ സഭായോഗം അവസാനിപ്പിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. Praise you, Jesus.
കർത്താവെ സമയം സഭയത്തെ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ വന്ന സമയത്ത് വരെയും കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ മറത്തനായി ശ്രദ്ധിക്കുന്ന കർത്താവെ പാടുവാനെ പ്രാർത്ഥിപ്പാൻ നല്ല സന്തോഷങ്ങളൊക്കെ തന്നതിനായി ഒടുവിലായ കർത്താവെ ദാസന്മാരൊക്കെ കേൾപ്പിച്ച നല്ല വചനത്തിനായി ശ്രദ്ധിക്കുന്ന കർത്താവെ അവരെ വീണ്ടും കർത്താവെ ശക്തിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ചാൽ കർത്താവെ ചൊവ്വാഴ്ച നാട്ടിലേക്കുള്ള പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രയെ കൂടെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവെ ദാനകരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ യാത്രയ്ക്ക് ഒരു അസുഖം ഉണ്ടായത് കർത്താവെ കർത്താവിന്റെ ഉള്ളങ്ങനെ വെച്ചുകൊള്ളേണെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയെല്ലാം കൂടി സഹായിച്ചത് കർത്താവെ സന്തോഷത്തോടെ അവന് തീരുവാൻ കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് ഹൃദയം സൂക്ഷിച്ചുകൊള്ളേണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ല വാർത്ത കേൾക്കുവാന് ശരീരത്തിന്റെ സൗഖ്യം പ്രാപിച്ചുകൊള്ളായിരിക്കും കേൾക്കാൻ കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോത്ത് പ്രാർത്ഥിച്ച സഭയിലുള്ള വിശ്വാസികളെ എല്ലാവരെയും കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായ കുടുംബങ്ങളായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ കർത്താവ് സച്ചിന് വിലപ്പെടുത്തണമേ. കൂടുതലായി രാജ്യത്തിന് വേണ്ടി കർത്താവ് കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുള്ള അയൽവാസികളെല്ലാം അനുകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പിറന്നാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാരെ കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ പ്രയാസത്തിന് കർത്താവെ സഹായിക്കണമേ. കർത്താവെ ഞങ്ങളുടെ മാതൃരായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ ക്രിസ്ത്യാനിചാരം തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ കർത്താവ് സൂക്ഷിച്ചുള്ളതിനെ പ്രാർത്ഥിക്കുന്നു. അത്താഴ്ചകൾ വരുവോളും പ്രാർത്ഥനയും യാചനയും കേട്ടുണ്ട്. സ്തോത്രം സർവ്വ യേശു കർത്താവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. അനുഗ്രഹത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും പ്രത്യേകിച്ച് ഈ ചൊവ്വാഴ്ച യാത്രയാകുന്ന പാസ്റ്റർ ജോൺ തോമസിനോടും സിസ്റ്റർ എൽസിയോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ഗോഡ്.